ബാംഗ്ലൂരിനടുത്തുള്ള കടുസൊന്നപ്പനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ വയലൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു വയലിൻ്റെ ഓണറുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ എന്നും രാവിലെ കൃഷിപ്പണിക്കും മറ്റൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് വയലിലോട്ട് ഇറങ്ങും. അത് തന്നെയാണ് ഡിസംബർ 30, 2014 സംഭവിച്ചത്. ആള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തൻ്റെ വയലിലോട്ട് പണിക്കായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ആളുടെ വയലിൽ ഇങ്ങനെ ദൂരെ ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ നേരത്ത് ആരാണ് വയലിൽ വന്ന് കിടക്കുന്നത് എന്ന് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ ഇങ്ങനെ നടന്ന് അടുത്തോട്ട് എത്തുകയാണ്. അപ്പോൾ ആൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ആ സ്ത്രീയുടെ മാർഭാഗവും അതുപോലെ തന്നെ മുഖം ഭാഗവും ആരോ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേഹത്ത് പല സ്ഥലത്തും കത്തിക്കുത്തേറ്റ പാടും ഉണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ അയാൾ നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസിൻ്റെ അടുത്തും വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേനും പോലീസുകാർ സ്ഥലത്തോട്ടെത്തി. ആ ക്രൈം സീനിൻ്റെ അടുത്ത് നിന്ന് തെളിവുകളോ മറ്റോ ലഭിക്കുമോ എന്നുള്ളത് പോലീസുകാർ നോക്കി. എന്നാൽ യാതൊരു ലീഡും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്കും വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇതിന് പാരലായിട്ട് പോലീസുകാർ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ഇത്തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പോലീസുകാർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ ബന്ധപ്പെട്ട് വല്ല മിസ്സിംഗ് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അതായത് ആ സ്ത്രീ ധരിച്ചിരുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ബോഡി സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ ഇത്തരത്തിൽ മിസ്സിംഗ് കംപ്ലയിൻ്റ് ഒക്കെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പാടത്ത് മരിച്ചു കിടന്ന ആ സ്ത്രീ ആരാണ്, എന്താണ് അവർക്ക് സംഭവിച്ചത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ നോക്കുമ്പോൾ രാമമൂർത്തി നഗറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുകയാണ്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി തന്നെയാണ് ആ പെൺകുട്ടി എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സ്റ്റേഷനിലത്തെ പോലീസുകാരെ വിളിപ്പിച്ച് കയറ്റി ഇങ്ങനെ നോക്കുമ്പോൾ ഇത് സെയിം പെൺകുട്ടിയാണ് എന്നുള്ളൊരു കൺഫർമേഷനിലോട്ട് അവരെത്തുകയാണ്. അതായത് കാണാതെ ആയ സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ബോഡി സ്ട്രക്ചർ ബാക്കിയുള്ള അടയാളങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത് സെയിം പെൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ പേരൻസിനെയും വിളിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ബോഡി കണ്ട ആ പെൺകുട്ടിയുടെ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇതെൻ്റെ മകൾ തന്നെയാണെന്ന് പറയുകയാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ പേര് രമ്യ എന്നായിരുന്നു. 23 വയസ്സായിരുന്നു പ്രായം. പോലീസുകാരപ്പോൾ ബോഡിയൊക്കെ റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്തു. അവരങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. രമ്യയുടെ സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാട്രിമോണി ഓഫീസിലായിരുന്നു ജോലിക്കായിട്ട് കയറിയത്. അവിടെ ശമ്പളമൊക്കെ കുറവായിരുന്നുണ്ടെങ്കിലും വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതി വളരെ പരിങ്ങലിലായിരുന്നു. അപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാമിലിക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് കരുതിക്കൊണ്ട് ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ ജോലിക്ക് പോവുകയാണ്. ആ ഒരു സമയത്താണ് ഒരാൾ തൻ്റെ ചേട്ടൻ്റെ ഒരു വിവാഹാലോചനകളും മറ്റുമൊക്കെ ആയിട്ട് ആ ഓഫീസിലോട്ട് വരുന്നത്. കല്യാൺ നഗറിലായിരുന്നു ആ പയ്യൻ താമസിച്ചിരുന്നത്. അരുൺ എന്നായിരുന്നു ആ പയ്യൻ്റെ പേര്. അപ്പോൾ അരുൺ തൻ്റെ ചേട്ടൻ്റെ വിവാഹ കാര്യത്തിനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ഈ ഒരു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാടധികം ഹെൽപ്പൊക്കെ ചെയ്ത് അവസാനം അരുണിൻ്റെ ചേട്ടൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ഫിക്സ് ആവുകയാണ്. ആ ഒരു വിവാഹവും നല്ല രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ രമ്യയും അതുപോലെ തന്നെ അരുണും കൂടുതലായിട്ട് അടുക്കുകയാണ്. അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് ഇവർ കുറച്ച് നാൾ നല്ല രീതിയിൽ ഇങ്ങനെ പ്രണയിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇവരുടെ പ്രണയം 1 വർഷമൊക്കെ കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ആ ഒരു സമയത്ത് രമ്യയുടെ വീട്ടിൽ വിവാഹാലോചനകളും മറ്റുമൊക്കെ വരികയാണ്. അപ്പോൾ രമ്യക്കൊരു ആലോചന വന്നു. പയ്യനാണെന്നുണ്ടെങ്കിൽ നല്ല പയ്യനാണ്, അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. അപ്പോൾ വീട്ടുകാർ ആ ഒരു കല്യാണം ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പോവുമായിരുന്നു. രമ്യയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ രമ്യ ആകപ്പാടെ ഞെട്ടിപ്പോയി. രമ്യക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് അരുണിൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മളുടെ കാര്യം വീട്ടിൽ പറയാം എന്നുള്ളൊരു കാര്യം രമ്യ പറയുകയാണ്. അപ്പോൾ അരുൺ ഓക്കെ, നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. രമ്യ ചെന്ന് കയറി തൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇതേപോലെ തന്നെ ഒരു പയ്യൻ ഇഷ്ടമാണ്, അരുന്നാണ് പേര്, ഇതൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെ പറയുകയാണ്. എന്നാൽ അച്ഛൻ ആ ഒരു വിവാഹം എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവരെന്തായാലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അരുണാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വീട്ടിലൊന്നും ചോദിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടെ നേരെ ഒരു അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടുകയായിരുന്നു. വിവാഹത്തിന് ശേഷം നേരെ അരുൺ
രമ്യയും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പ്രശ്നമായി. അതായത് അരുൺ ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടത് വീട്ടുകാർക്ക് തീരെ ഇഷ്ടമായില്ല, വീട്ടിലധികം കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം വേറൊരു നിവൃത്തിയില്ലാതെ അവർ രണ്ടുപേരെയും വീട്ടുകാർ വീട്ടിലോട്ട് കയറ്റുകയാണ് ഉണ്ടായത്. ആ വീട്ടിലും രമ്യക്ക് വലിയ സമാധാനവും സ്വസ്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അരുണിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആള് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കുറച്ച് നാളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി, രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. എന്നാൽ 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ജോലി രാജിവെക്കുകയാണ്. ജോലി രാജിവെച്ചതിൻ്റെ പിന്നിലത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ സമയത്ത് ആൾക്ക് ഒരുപാടധികം സ്ത്രീധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 ലക്ഷം രൂപ, പിന്നെ ഒരുപാട് ഗോൾഡ്, പിന്നെ ഒരു കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ടൈമിലല്ല, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാറും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു. അപ്പോൾ അരുൺ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അരുണിൻ്റെ പാരൻസ് അരുണിൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങളും ഇതേപോലെ തന്നെയുള്ളൊരു കല്യാണാലോചനയ്ക്കാണ് നിനക്കും നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇത്രയും സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്നാൽ നീ ഞങ്ങൾ പറയുന്നതൊന്നും കേട്ടില്ല, നേരെ പോയിട്ടൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു, നീ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ ഇതാണ്, ഇനിയിപ്പോൾ നിനക്ക് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ അരുൺ പറഞ്ഞു, എന്തായാലും എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പാരൻസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്തായാലും ആദ്യത്തെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ വീണ്ടും നിനക്ക് ഒരു കല്യാണമൊക്കെ നോക്കാം. ഒരു ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഫാമിലിനെ ഞങ്ങൾക്കറിയാം, അവർ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളാണ്, എന്തായാലും ഒരു 40 ലക്ഷം രൂപയും കാര്യങ്ങളൊക്കെ എന്തായാലും സ്ത്രീധനം കിട്ടും. അപ്പോൾ നീ നിൻ്റെ ആദ്യത്തെ ഭാര്യനെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഈ പാരൻസ് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അരുണിൻ്റെ മനസ്സ് മാറുകയാണ്. ആളുടെ മനസ്സിൽ ഒരുപാടധികം ആഗ്രഹങ്ങളുണ്ടായി. ആൾ നേരെ രമ്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞു. അതായത് മിനിമം 20 ലക്ഷം രൂപയെങ്കിലും വേണം, അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും വാങ്ങി ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ട് രമ്യ ആകപ്പാടെ ഞെട്ടിപ്പോയി. തൻ്റെ വീട്ടിൽ തീരെ സാമ്പത്തികം ഇല്ല എന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അരുൺ അതൊന്നും കാര്യമാക്കിയില്ല. അതുപോലെ തന്നെ ഇത്രയും പൈസ എടുക്കാനുണ്ടാവില്ല അച്ഛൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ അരുൺ കാര്യമാക്കിയില്ല. പിന്നെ പ്രേമിച്ച് നടക്കുന്ന സമയത്തൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതായത് എന്നെ മാത്രമായിരുന്നില്ല പ്രേമിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ അരുൺ വീണ്ടും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ ഇത്രയും സ്ത്രീധനം കിട്ടി, അതുപോലെ തന്നെ എൻ്റെ കസിന് ഇത്രയും സ്ത്രീധനം കിട്ടി, അപ്പോൾ എനിക്ക് മാത്രമൊന്നും കിട്ടിയില്ല, നിൻ്റെ അച്ഛൻ നിനക്കായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇതെങ്കിലും ചെയ്യാൻ പറ. അങ്ങനെ ഒരുപാടത്തേക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് വേറൊരു നിവൃത്തിയില്ലാതെ രമ്യ തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു, വേറൊരു നിവൃത്തിയില്ല, എങ്ങനെയുള്ള അച്ഛൻ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് പറയുകയാണ്. 20 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് കുറച്ച് സമയം തരണം, കുറച്ച് സമയം തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചെങ്കിലും നമുക്ക് റെഡിയാക്കാമെന്ന് പറയാണ്. അപ്പോൾ രമ്യ നേരെ ഈ ഒരു കാര്യം വന്ന് അരുണിൻ്റെ അടുത്ത് പറഞ്ഞു. അരുണിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും കളയാൻ നേരമൊന്നുമില്ല, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വേഗം വേണം അങ്ങനെയൊക്കെ പറയണം. അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ അവർ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു അടി ഉണ്ടായി. ലാസ്റ്റ് രമ്യ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ നിന്ന് പോവാണ്, ഇനി ഞാനിങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പൈസയും കൊണ്ടായിരിക്കും വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് വരിക തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ സ്വന്തം വീട്ടിലോട്ട് രമ്യ പോയത്. അരുണിൻ്റെ വീട്ടുകാർ ഇതൊരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അരുണോട് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യും, നമുക്ക് മറ്റേ വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ നോക്കാം, അപ്പം നിനക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടും, നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ്. പിന്നെ അരുൺ ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രമ്യ ഡിവോഴ്സ് തരില്ല എന്നുള്ളത് ആൾക്ക് ഏറെക്കുറെ മൈൻഡിൽ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ആളുടെ മൈൻഡിനെ അലട്ടിയിരുന്ന വേറൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ 20 ലക്ഷം കൊണ്ട് അവൾ വരുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നമില്ല, പിന്നെയും അവളെ സ്വീകരിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ 40 ലക്ഷം അതേപോലെ തന്നെ ബാക്കിയുള്ള ഗോൾഡ് അതൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ ഒരുപാടധികം കൺഫ്യൂഷൻസ് ഇയാളുടെ ഉള്ളിലുണ്ടായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവസാനം ആളുടെ മൈൻഡിൽ വന്നൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രമ്യ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കഴിഞ്ഞില്ലേ, പിന്നെ വേറെ സീനൊന്നും ഇല്ലല്ലോ, ഡിവോഴ്സിൻ്റെയും പിന്നാലെ പോകണ്ട, 20 ലക്ഷം കൊണ്ട് അവൾ വരുമോ എന്നുള്ളതിനെക്കുറിച്ച് പേടിക്കാൻ വേണ്ട, അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ല. സോ ഈ ഒരു രമ്യയെ കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അതിനായിട്ട് അയാൾ പ്ലാൻ ഇടുകയും ചെയ്തു. അതിന് ഹെൽപ്പിന് വേണ്ടിയിട്ട് 27 വയസ്സുള്ള തൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാളെയും കൂടെ കൂട്ടുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു അരുൺ തൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്. ഡിസംബർ 29-ാം തീയതി തൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട, നമുക്ക് എൻജോയ് ചെയ്യാം, അതായത് നമുക്ക് ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം ചില്ല് ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസാരം കേട്ടപ്പോൾ രമ്യം വിചാരിച്ചു, ഓക്കെ തൻ്റെ ഹസ്ബൻഡ് വിളിക്കുകയാണ്, ഇന്നത്തെ ദിവസമെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് ഒരു ദിവസമെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ വീട്ടിൽ നിന്ന് അന്നേ ദിവസം ഇതേപോലെ തന്നെ ആളെ കൂടെ പോവുകയാണ്. ആൾ വീട്ടിൽ നിന്ന് കാറൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പതിയെ ഒരു ഡ്രൈവൊക്കെ പോയി, ഒരു കഫേയിൽ പോയി, അവിടെ ഇരുന്ന് സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇവരുടെ സുഹൃത്ത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ അവർ കഫേയിലോട്ട് വരുന്നത്.
ശ്രീനിവാസ് എന്നിട്ട് അതിനുശേഷം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നെൻ്റെ വക പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ആളൊന്നും ഇല്ലാത്തൊരു വയലിൽ വണ്ടി നിർത്തി. അപ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു പുറത്തിറങ്ങണം, മൂത്രമൊഴിക്കണം, അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സ്ത്രീയോടും പുറത്തിറങ്ങാൻ പറഞ്ഞു, ഒരു കാറ്റോ കൊള്ളലാന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങിയ ഒരു സമയത്ത് ഇയാളുടെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മറ്റാൾ ഈ പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തി പിടിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ക്രൂരമായിട്ട് അവിടെ വെച്ച് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു ബോഡി വയലിലോട്ട് കൊണ്ടുപോയിട്ടത്. പിന്നെ ഇതാരാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പെട്രോൾ, നേരത്തെ കരുതി വെച്ചിരുന്ന പെട്രോൾ എടുത്ത് മുഖത്തും അതുപോലെ തന്നെ മാർഭാഗത്തൊക്കെ ഒഴിച്ച് കത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് അവർ രണ്ടുപേരും നേരെ മദ്യപിക്കാനായിട്ട് പോയി. മദ്യപിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങാണ് ഉണ്ടായത്. രമ്യയെ കാണാതായ രമ്യയുടെ അച്ഛൻ രമ്യയുടെ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അരുണിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആൾ രമ്യ അന്വേഷിച്ചടക്കായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം ഫ്രണ്ട്സിനെ വിളിച്ചു. പിന്നെ രമ്യ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി. എന്തിന് അരുണിൻ്റെ വീട്ടിൽ വരെ പോയി നോക്കി രമ്യ അവിടെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവരോടൊക്കെ ചോദിച്ചു. എന്നാൽ ആർക്കും രമ്യ എവിടെ എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ തന്നെ ബോഡി കിട്ടുന്നതും അതേപോലെ തന്നെ അത് രമ്യയാണെന്നുള്ളത് കൺഫേം ചെയ്യുന്നതും. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും. സ്റ്റാർട്ടിങ്ങിൽ അരുണും രമ്യയും തമ്മിലൊരു പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അതിനുശേഷം അരുണ് കുറച്ച് അത്യാഗ്രഹം കൂടി, പണത്തിനോടുള്ള ആർത്തി കൂടി, അവസാനം ഇത് ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.